ഹലോ എവരിവൺ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 1 കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു പാർട്ടോട് കൂടി ഈ ചാപ്റ്റർ ഫിനിഷ് ആവണം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ചാപ്റ്റർ 2 ഈസ് മാറ്റർ അറൗണ്ട് ഓഫ് പ്യോർ എന്നുള്ള ചാപ്റ്റർ ഇടാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലേ. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡൻസ് ആണ് പഠിച്ചത്. ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും എങ്ങനെയാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത്. നൗ അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രഷർ കൊടുത്താൽ എങ്ങനെയാണ് മാറുന്നത് എന്ന് നോക്കണം. ടെമ്പറേച്ചറും പ്രഷറും അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റുക നമ്മൾ പഠിച്ചു അല്ലേ. സോ നമുക്ക് പ്രഷറിൻ്റെ ഡിപ്പെൻഡൻസ് നോക്കാം. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആവാൻ വേണ്ടി നമുക്കറിയാം സോളിഡ്, അതുപോലെ ലിക്വിഡ്, ഗ്യാസ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുകയാണ് അല്ലേ. ടെമ്പറേച്ചർ അവിടെ ആഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സോളിഡ് ലിക്വിഡും ലിക്വിഡ് ഗ്യാസും ആവുന്നത് അല്ലേ. ആൻഡ് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴോ ഗ്യാസ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു സോളിഡ് ആകുമ്പോൾ ഇവിടെ എന്താണ് ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ്. അവിടെ കൂട്ടലും ഇവിടെ കുറയ്ക്കലുമാണ് അല്ലേ. സോ ഇവിടെ പ്രഷറിൻ്റെ കേസ് ടെമ്പറേച്ചർ നേരെ ഓപ്പോസിറ്റാണ്. അതായത് മേലെ നമ്മൾ സോളിഡ് ടു ലിക്വിഡ് ടു ഗ്യാസ് അങ്ങനെ ആവണമെങ്കിൽ അവിടെ നമ്മൾ പ്രഷറിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ഇവിടെ താഴെ വരുമ്പോൾ അങ്ങോട്ടാണ് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നത്. ഓക്കെ, പ്രഷർ കൂടുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആവുന്ന ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ടെമ്പറേച്ചർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറയാം അല്ലേ. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുന്ന രീതി. സോ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കരുത്, എപ്പോഴും ടെമ്പറേച്ചർ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പഠിച്ചു വെക്കരുത്. കാരണം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്ന് പ്രത്യേകം പറയുന്നത് നമ്മൾ ഒരുപാട് ലോസ് ഒക്കെ ഇനി പഠിക്കാൻ പോകുന്നു 10th ഓക്കെ. നമ്മൾ ബോയിൽസിലോ ചാൾസിലോ അതുപോലെ വേറെയും ലോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ടെമ്പറേച്ചർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഉണ്ട്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ഉണ്ട് എന്നൊക്കെ പഠിക്കാൻ പോകും. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ കേസിൽ ടെമ്പറേച്ചറും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ടെമ്പറേച്ചർ ഇവിടെ കൂടുവാണെച്ചാൽ എന്താണ്, പ്രഷർ ഈ ഭാഗത്ത് കുറയുവാണ്. ഓക്കെ, ഈ ഭാഗത്താണെങ്കിലോ ടെമ്പറേച്ചർ കുറയുമ്പോൾ പ്രഷർ കൂടും, നേരെ ഓപ്പോസിറ്റ്. സോ ഇനി പ്രഷറിൻ്റെ എഫക്റ്റ് നോക്കാം നമുക്ക്. ഇതുപോലെ നമ്മളൊരു 3 സിലിണ്ടേഴ്സിൽ സോളിഡ് എടുത്തിട്ടുണ്ട്, ലിക്വിഡ് എടുത്തു, ഗ്യാസ് എടുത്തു. ഇനി നമ്മളൊരു പിസ്റ്റൺ വെച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇവിടെ കംപ്രസിബിലിറ്റിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കുന്നത്. പാർട്ട് 1 നമ്മൾ കംപ്രസിബിലിറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കിട്ടിയിരുന്നു. അത്ര കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അപ്പം ഇവിടെ നമ്മൾ കംപ്രസിബിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സോ കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പം ഇപ്പോൾ ഈ സോളിഡിൻ്റെ കേസ് എടുക്കുക. ഇപ്പോൾ ഇതിൽ മണ്ണോ എന്തെങ്കിലും നിറച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. കാരണം കംപ്രസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അല്ലേ. കംപ്രസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും എടുത്ത സോളിഡ് പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ അടുത്തോട്ട് വന്നു, ഇവിടെ വോളിയം ഡിക്രീസ് ആവണമായിരുന്നു. ഇതിലെടുത്തിട്ടുള്ള അതിൻ്റെ എമൗണ്ട് കുറയണമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ഡിക്രീസ് ആവണമായിരുന്നു. ബട്ട് ഇവിടെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം ഈ പാർട്ടിക്കിൾസ് അവിടെ ക്ലോസ്ലി പാക്ഡ് ആണ്. സോളിഡിൽ എത്ര അപ്ലൈ ചെയ്താലും നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മളൊരു കല്ല് എടുത്തിട്ട് അതിൽ നമ്മൾ നല്ല പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ കല്ല് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുന്നില്ല. ലാസ്റ്റ്ലി എന്താ സംഭവിക്കാൻ പോകുന്നത്, കല്ല് അവിടെ ബ്രേക്ക് ആവും അല്ലേ. ബ്രേക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ സോളിഡ്സ് ആർ ഇൻകംപ്രസിബിൾ. ഓക്കെ, കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം, ഇൻകംപ്രസിബിൾ ആണ്. ഇനി ലിക്വിഡ് എടുത്താൽ, ലിക്വിഡിലാണെങ്കിലും നമ്മൾ ഇതുപോലെ പ്രഷർ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും വോളിയം അവിടെ ചേഞ്ച് ആവും. ഇപ്പം 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് നമ്മൾ അതിന് നല്ലോണം പ്രഷർ അപ്ലൈ ചെയ്തു കംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് 1 ലിറ്റർ ആയിട്ട് മാറില്ല. ഓക്കെ, വോളിയം അതിന് ചേഞ്ച് ആവില്ല. ബട്ട് വളരെ ഒരു ഹൈ പ്രഷർ കൊടുത്താൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഓൾമോസ്റ്റ് ഇൻകംപ്രസിബിൾ എന്ന് പറയാം. ഇൻകംപ്രസിബിൾ തന്നെയാണ്, പക്ഷേ ഓൾമോസ്റ്റ്, ചെറിയൊരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇൻകംപ്രസിബിൾ ആണ് ലിക്വിഡ്. സോ കംപ്രസ് ചെയ്യാൻ ഈ 2 സംഭവത്തിനെയും അത്ര പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് പ്രഷറിന് ഈ 2 ഏരിയയിൽ ഒരു എഫക്റ്റും ഇല്ല, നോ എഫക്റ്റ്. ഓക്കെ, സോ കംപ്രസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ലിക്വിഡ് ആൻഡ് സോളിഡ് ഇവിടെ സേഫാണ്. നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഗ്യാസ് നമുക്കറിയാം ഹൈലി കംപ്രസിബിൾ ആണ് അല്ലേ. നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയത്തിനെ കുറയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെല്ലാം അടുത്തടുത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസിനെല്ലാം അടുത്തടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും.
സോ പ്രഷറിന് ഗ്യാസിൽ മാത്രമേ ഇപ്പോൾ ഇവിടെ എഫക്റ്റ് ഉള്ളൂ, നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ പ്രഷർ കൂട്ടി കൊടുക്കുന്ന കേസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ താഴെയാണ് അല്ലേ, നമുക്ക് ഈ ഭാഗത്തു നിന്നാണ് അങ്ങോട്ടാണ് പോകേണ്ടത്, ഇവിടെയാണ് പ്രഷർ കൂടുന്ന ഏരിയ അല്ലേ, നമ്മൾ പഠിച്ച രീതിയിലേക്ക്. സോ നമ്മൾ ഗ്യാസിന് പ്രഷർ കൂട്ടി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, അവിടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആകും, ലിക്വിഡായിട്ട് മാറും. ഓക്കെ, നല്ല പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഗ്യാസ് ലിക്വിഫൈ ചെയ്യും. ഗ്യാസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ്. നമ്മൾ LPG CNG ഒക്കെ പഠിച്ച പോലെ തന്നെ ഗ്യാസിനെ അവിടെ എന്താണ് പ്രഷറിൽ ലിക്വിഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ആൻഡ് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രഷർ കുറയ്ക്കുകയാണ്. നമ്മൾ ഗ്യാസ് സിലിണ്ടറൊക്കെ ഓൺ ആക്കുന്ന സമയത്ത് അവിടെ പ്രഷർ കുറഞ്ഞു, അവിടെ എന്തായിട്ട് വരും? പിന്നെ പ്രഷർ കുറയാന്ന് വെച്ചാൽ ഇവിടുത്തെ ഏരിയ ഒന്ന് ആലോചിച്ചു, ലിക്വിഡുള്ള സംഭവം ഗ്യാസായി മാറും അല്ലേ പ്രഷർ കുറയുമ്പോൾ. സോ ഈ LPG CNGക്കൊക്കെ പുറമെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ലിക്വിഫൈഡ് ഓക്സിജൻ. ഓക്കെ, ഓക്സിജൻ ഇതുപോലെ ഹൈ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ലിക്വിഫൈ ചെയ്യിപ്പിക്കും, ലിക്വിഡാക്കി മാറ്റും. അത് നമ്മൾ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടേഴ്സ് അല്ലേ, ഓക്സിജൻ സിലിണ്ടേഴ്സിലും അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ ഡ്രൈ ഐസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് കാർബൺ ഡയോക്സൈഡ് ആണ് ഡ്രൈ ഐസ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പം സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ഡ്രൈ ഐസ് എന്ന് വിളിക്കും. അപ്പം കാർബൺ ഡയോക്സൈഡ് നമുക്ക് ഗ്യാസ് ആയിട്ട് അറിയുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ സോളിഡാക്കി മാറ്റുന്നത്? നിങ്ങൾ ഈ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഇങ്ങനത്തെ സ്മോക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? അത് ആക്ച്വലി അവിടെ ഡ്രൈ ഐസ്, ഡ്രൈ കാർബൺ ഡയോക്സൈഡ് ആണ്, സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഗ്യാസ് ടു സോളിഡ് ആവണം അല്ലേ, കാർബൺ ഡയോക്സൈഡ് ടു ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആവണം. സോ അതിനും ഇവിടെ ഹൈ പ്രഷറാണ് കൊടുക്കുന്നത്. ഗ്യാസിൽ വളരെ ഹൈ പ്രഷർ കൊടുത്ത് നമുക്ക് സോളിഡ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ഇൻ്റർ ആയിട്ടുള്ള നമ്മുടെ ലിക്വിഡിലേക്ക് വരുന്നില്ല. ഓക്കെ, ഡയറക്റ്റ് ടു സോളിഡ് ആക്കുന്നുണ്ട്. ഓക്കെ, സോ ഗ്യാസ് ടു ഡയറക്റ്റ് ടു സോളിഡ് ആകുമ്പോൾ നമ്മൾ അതിനെ ഒരു പേര് വിളിച്ചിരുന്നു, എന്തായിരുന്നു? സബ്ലിമേഷൻ അല്ലേ. സോ ഈ കേസിൽ ഡയറക്റ്റ് ടു സോളിഡ് ആകുമ്പോൾ ഇടയിൽ ലിക്വിഡ് സ്റ്റേറ്റ് വരുന്നില്ല. സോ വളരെ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഗ്യാസിനെ നമുക്ക് സോളിഡ് ആക്കിയിട്ട് ആക്കാനും പറ്റും. ഓക്കെ, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഡ്രൈ ഐസ് ഓർ സോളിഡ് കാർബൺ ഡയോക്സൈഡ്. ഇനി അതിൻ്റെ പ്രഷർ കുറച്ച് സോളിഡ് ആയിട്ടിരിക്കുന്ന, ലിക്വിഡ് അല്ല, സോളിഡ് ആയിട്ടിരിക്കുന്ന സംഭവത്തിൻ്റെ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തിരിച്ച് ഗ്യാസായി തന്നെ മാറും. അങ്ങനെയാണ് അവിടെ സ്മോക്ക് വരുന്നത്. ഓക്കെ, ഡ്രൈ ഐസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഡയറക്റ്റ് അവിടെ ലിക്വിഡ് ഒന്നും ആവുന്നില്ല, ഡയറക്റ്റ് സ്മോക്കായിട്ട് മാറുകയാണ്. സോ സോളിഡ് ടു ഗ്യാസ് ആവണമെങ്കിൽ അവിടെ എന്താണ്? പ്രഷർ കുറഞ്ഞു അല്ലേ. അപ്പോൾ പ്രഷർ കുറയ്ക്കുമ്പോൾ ഡ്രൈ ഐസിനെ, സോളിഡ് കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് എന്താക്കാം? ഗ്യാസ് ആക്കി മാറ്റാം. സോ പ്രഷറിന് സോളിഡിലും ലിക്വിഡിലും ഒരു എഫക്റ്റും ഇല്ല, ഉള്ളത് ഗ്യാസിലാണ്. ഗ്യാസിൻ്റെ പ്രഷർ കൂട്ടുമ്പോൾ നമുക്ക് ലിക്വിഫൈ ചെയ്തെടുക്കാം. ഓക്സിജൻ സിലിണ്ടേഴ്സും ലിക്വിഫൈഡ് ഓക്സിജനും ഇതൊക്കെയാണ് എക്സാമ്പിൾ. വളരെ ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഗ്യാസിനെ സോളിഡാക്കി മാറ്റാൻ പറ്റും. പ്രോസസ്സ് എന്താണ്? സബ്ലിമേഷൻ ആണ് അല്ലേ. ഡ്രൈ ഐസ് ആണ് എക്സാമ്പിൾ. ആൻഡ് ഇതെല്ലാം വൈസ് വേഴ്സയും പറ്റും, തിരിച്ചും പറ്റും. പ്രഷർ കുറച്ചാൽ നേരെ തിരിച്ചുള്ള സ്റ്റേറ്റിലേക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് അത് മാറും. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സജസ്റ്റ് എ മെത്തേഡ് ടു ലിക്വിഫൈ അറ്റ്മോസ്ഫിയറിക് ഗ്യാസ്. ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റണം, ഒരു മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിനെ ലിക്വിഡ് ആക്കാം. ഒരു മെത്തേഡേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി വേറൊരു മെത്തേഡ് നമുക്ക് പറയാൻ പറ്റുമോ? യെസ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിൽ നമുക്ക് മെത്തേഡ് പറയാം അല്ലേ. അതായത് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റുകയാണ്. അതായത് ടെമ്പറേച്ചർ കുറച്ചാൽ നമുക്ക് എന്ത് പറ്റും? ഇപ്പം എവാപ്പറേറ്റ് ചെയ്ത് പോയ ആ ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസിനെ നമുക്ക് കണ്ടൻസ് ചെയ്യിപ്പിച്ച് ലിക്വിഡ് ഫോമിലേക്ക് ആക്കാമല്ലോ. അതും ഗ്യാസ് ടു ലിക്വിഡാണ്. ഓക്കെ, ലിക്വിഫൈ ആണ് ചെയ്തിരിക്കുന്ന ഗ്യാസിനെ. അപ്പം ടെമ്പറേച്ചർ കുറച്ച് കൊടുത്താലും, ഗ്യാസിൽ ടെമ്പറേച്ചർ കുറച്ച് കൊടുത്താലും നമുക്ക് ലിക്വിഡാക്കി മാറ്റാം. ഇനി പ്രഷറിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ പ്രഷർ കൂട്ടി കൊടുത്താൽ ഓപ്പോസിറ്റ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഈ ഒരു കേസിൽ, അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ചേഞ്ച് ആവുന്ന കേസിൽ ടെമ്പറേച്ചറും പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയുകയാണ്. ഓക്കെ, സോ പ്രഷർ കൂട്ടി കൊടുത്താലും നമുക്ക് ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാം. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ കുറച്ച് കൊടുത്താൽ ഓക്കെ ഗ്യാസിനെ ലിക്വിഡാക്കി മാറ്റാം. സോ ഒരു മെത്തേഡ് ചോദിച്ചോളൂ, നമ്മൾ 2 മെത്തേഡ് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, ഈ ABCD ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം, കാരണം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇതെല്ലാം. സോ മേലെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഹീറ്റ് കൂട്ടി കൊടുക്കുന്നു, പ്രഷർ കുറയ്ക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? സോളിഡ് ടു ലിക്വിഡ് ആകുമ്പം A എന്താണ്? മെൽറ്റിംഗ് ആണ് വരിക. ആൻഡ് ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ B എന്ത് വരും? എവാപ്പറേഷൻ അല്ലെങ്കിൽ വേപ്പറൈസേഷൻ.
ആൻഡ് നേരെ തിരിച്ച് ഗ്യാസ് ലിക്വിഡ് സോളിഡ് ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചാൽ അവിടെ ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്, പ്രഷർ കൂട്ടുവാണ്. ഓക്കെ, അപ്പം സി എന്താണ്? ഗ്യാസ് ടു ലിക്വിഡ് എന്ന് പറയുമ്പോൾ കണ്ടൻസേഷൻ അല്ലേ? ആൻഡ് ഡി ലിക്വിഡ് ടു സോളിഡ് എന്ന് പറയുമ്പോൾ സോളിഡിഫിക്കേഷൻ. ഓക്കെ, ഇനി ഈ സോളിഡ് ടു ഡയറക്ട്ലി ടു ഗ്യാസ് ആണ് സബ്ലിമേഷൻ അല്ലേ? ആൻഡ് തിരിച്ച് ഗ്യാസ് ടു സോളിഡ് വരുമ്പോഴും തിരിച്ചു വരുമ്പോഴും എന്താണ്? സബ്ലിമേഷൻ തന്നെയാണ് എഫ്. നൗ ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, ഇവാപ്പറേഷൻ. സോ ബേസിക്കലി ഇവാപ്പറേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? അതായത് ലിക്വിഡ് ടു ഗ്യാസ് കൺവേർഷനെയാണ്, സ്റ്റേറ്റ് കൺവേർഷനെയാണ് നമ്മൾ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പഠിച്ച ഇവാപ്പറേഷൻ എന്തായിരുന്നു? ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് അവിടുത്തെ പാർട്ടിക്കിൾസിനൊക്കെ മാക്സിമം കൈനറ്റിക് എനർജി കിട്ടി അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് പോണത് അല്ലേ? സോ ആ ഇവാപ്പറേഷൻ നടക്കാൻ ബോയിലിംഗ് പോയിന്റ് എത്തണമായിരുന്നു, 100 ഡിഗ്രി സെൽഷ്യസ് എത്തണമായിരുന്നു. ഇതല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ ഒരുപാട് എവാപ്പറേഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു നനഞ്ഞ തുണി പുറത്ത് നിവർത്തിയിട്ടു, അപ്പോൾ കുറച്ച് നേരം നമുക്കത് ഉണങ്ങി കിട്ടാറുണ്ട് അല്ലേ? സോ അവിടെ എന്താണ്? ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ടാണോ? അതും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഓപ്പൺ ആയിട്ട് കുറച്ച് വെള്ളം പുറത്ത് വെച്ചിരിക്കുകയാണ്, ഇപ്പോൾ കിളികൾക്ക് വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോട്ട് സമ്മർ ഡേയിൽ വെച്ചിരിക്കുകയാണ്, അപ്പോഴും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. ദാറ്റ് ഈസ് അവിടെ ഇവാപ്പറേഷൻ നടന്നിട്ടുണ്ട്, പക്ഷെ അവിടെയും 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയിട്ടാണോ വാട്ടർ അത്രയും ചൂടായിട്ടുണ്ടാവുമോ? നോ അല്ലേ? അപ്പം ബോയിലിംഗ് പോയിന്റ് എത്താതെ തന്നെ ഇവാപ്പറേഷൻ നടക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് ഇവാപ്പറേഷൻ നടക്കുന്നത്? അപ്പം നമുക്കറിയാം പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഈസ് ഓൾവേസ് മൂവിങ് അല്ലേ? അതിൻ്റെ ഉള്ളിലെ പാർട്ടിക്കിൾസ് ഒക്കെ എപ്പോഴും മൂവിങ്ങിലാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡിൻ്റെ കേസിൽ പാർട്ടിക്കിൾസ് മൂവിങ്ങിലാണ്. ഓക്കെ, കണ്ടിന്യൂസ്ലി മൂവിങ്ങിലാണ്. ഈ ലിക്വിഡിൻ്റെ സർഫസിലുള്ള ചില പാർട്ടിക്കിൾസ്, ഫ്യൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഓക്കെ, ആ പാർട്ടിക്കിൾസിന് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, മറ്റുള്ള പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് ഹയർ കൈനറ്റിക് എനർജി ഉണ്ടാവും. സോ ഈ ചില പാർട്ടിക്കിൾസിന് ഹയർ കൈനറ്റിക് എനർജി ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും? അവിടെ അവരുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഗ്യാസ് ആയിട്ട് മാറും. സോ ഈ ഒരു പ്രോസസ് ഓഫ് ഇവാപ്പറേഷന് ബോയിലിംഗ് പോയിന്റ് എത്തണം എന്നില്ല. ഓക്കെ, സോ നമ്മുടെ ചുറ്റിലുള്ള ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലുള്ള ഇവാപ്പറേഷൻസ് ഒക്കെ മാക്സിമം ഇവാപ്പറേഷനും ഇങ്ങനെയാണ് നടക്കുന്നത്. സോ വാട്ട് ഈസ് ഇവാപ്പറേഷൻ? നമുക്ക് ഡെഫിനിഷൻ നോക്കണം. ദ ഫിനോമിനൻ ഓഫ് ചേഞ്ച് ഓഫ് ലിക്വിഡ് ഇൻ ടു വേപ്പേഴ്സ് അറ്റ് എനി ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിലാണെങ്കിലും ഓക്കെ, ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് എത്തണം എന്നില്ല. ഓക്കെ, ഈസ് കോൾഡ് ഇവാപ്പറേഷൻ. സോ ബോയിലിംഗ് പോയിന്റ് എത്താതെ എങ്ങനെയാണ് ഇവാപ്പറേഷൻ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ റീസൺ ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ നല്ല ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം വിയർക്കും അല്ലേ? സോ നല്ലവണ്ണം വിയർത്ത് പോകുമ്പോൾ നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാറുണ്ട്, നമുക്ക് ബോഡി ഒരു കൂളായിട്ട് തോന്നാറുണ്ട് നല്ലവണ്ണം വിയർത്ത് പോയ ശേഷം. അതുപോലെ തന്നെ നമ്മൾ ഈ നെയിൽ പോളിഷ് റിമൂവറൊക്കെ നമ്മളെ നെയിൽസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കൂളിംഗ് തോന്നാറുണ്ട്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ റീസൺ? സോ ഈ കേസസിലൊക്കെ നടക്കുന്നത് ഇവാപ്പറേഷൻ ആണ്. ദെൻ വൈ ദിസ് ഇവാപ്പറേഷൻ കോസസ് കൂളിംഗ്? ഈ സംഭവത്തിലൊക്കെ നമുക്ക് കൂളാവാൻ എന്താണ് കാരണം? ഇവാപ്പറേഷൻ അവിടെ നടന്നിട്ടുണ്ട്, ഇവാപ്പറേഷനാണ് റീസൺ എന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇവാപ്പറേഷൻ നടന്നപ്പോൾ എന്തുകൊണ്ട് അവിടെ കൂളായി? സോ നമ്മൾക്ക് ഇവാപ്പറേഷൻ നടക്കണമെങ്കിൽ അവിടെ ഹീറ്റ് എനർജി വേണമല്ലേ, ഹീറ്റ് എനർജി കിട്ടണം അല്ലേ? സോ നമ്മളുടെ സ്പെഷ്യൽ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ കുറിച്ചിട്ടല്ലേ. ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കണമെങ്കിൽ അവിടുന്ന് നമ്മൾ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അവിടെ അബ്സോർബ് ചെയ്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് നടക്കുന്നത് അല്ലേ. സോ ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോൾ നെയിൽ പോളിഷ് റിമൂവർ നമ്മുടെ ഹാൻഡിൽ ഇതാക്കിയാൽ നമുക്ക് എങ്ങനെയാണ് അവിടെ കൂളാവുന്നത് എന്ന് വെച്ചാൽ, ഈ നെയിൽ പോളിഷിന് മാത്രമല്ല, നെയിൽ പോളിഷിലുള്ളത് അസറ്റോൺ ആണ്. ഓക്കെ, അസറ്റോൺ അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ പെർഫ്യൂമൊക്കെ നമ്മുടെ കയ്യിലടിച്ച് ബോഡിയിലടിച്ചാലൊക്കെ നമുക്ക് കൂളിംഗ് വരാറില്ലേ. സോ ഇവിടെ എല്ലാം സെയിം സിറ്റുവേഷൻ തന്നെയാണ്. സോ ഈ അസറ്റോൺ നമ്മുടെ കയ്യിലാവുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഏത് ഭാഗത്ത് വീഴുന്നോ ആ ഭാഗത്തു നിന്നുള്ള ലാറ്റൻ ഹീറ്റിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ആ ലാറ്റൻ ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്തത്? എവാപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് അവിടെ യൂസ് ചെയ്തു. ഓക്കെ, സോ ഇത് എടുത്തത് എവിടെ നിന്നാണ്? നമ്മുടെ ബോഡിയിൽ നിന്നാണ് അല്ലേ. സോ ആ ബോഡി പാർട്ട് എന്തായി? അവിടെ കൂളായി. ഓക്കെ, ഹീറ്റ് അവിടെ നഷ്ടപ്പെട്ടു അല്ലേ. സോ ഈ അസറ്റോൺ പെർഫ്യൂം എല്ലാത്തിനും ലിക്വിഡ് ആണല്ലേ ഉള്ളത്. അപ്പം ഈ ലിക്വിഡിലെ പാർട്ടിക്കിൾസ്, അസറ്റോണിൻ്റെ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ നിന്നുള്ള, ഇപ്പോൾ പാമിലാണെങ്കിൽ നമ്മുടെ കയ്യിലാണെങ്കിൽ അവിടെ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ അബ്സോർബ് ചെയ്തു. ആൻഡ് അബ്സോർബ് ചെയ്തതിന് നമുക്ക് ഗെയിൻ എനർജി എന്നും പറയാം. ഓക്കെ,
ആൻഡ് യൂസ്ഡ് ഫോർ എവാപ്പറേഷൻ. അപ്പോൾ എന്തായി, ദാറ്റ് ലെഫ്റ്റ് അവർ ബോഡി കൂൾ. ഇനി സ്വെറ്റിംഗ് ആണെങ്കിലും എന്താണ്, നല്ല ഹോട്ടായിട്ടുള്ള ദിവസങ്ങളാണെങ്കിൽ നമുക്ക് നല്ലോണം സ്വെറ്റ് വരും, ലിക്വിഡാണ് പുറത്ത് വരുന്നത് അല്ലേ. സോ നമ്മുടെ ബോഡി കൂളാവുന്നത് അവിടെ എവാപ്പറേഷൻ നടക്കുന്നുണ്ട്. എങ്ങനെ, അതായത് ആ സ്വെറ്റ് അവിടെ എവാപ്പറേറ്റ് ചെയ്ത് പോയി ബൈ അബ്സോർബിങ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഫ്രം അവർ ബോഡി. സോ അവിടെ ബോഡി എന്തായി, ബോഡി ലൂസ് ഇറ്റ്സ് ഹീറ്റ് എനർജി അല്ലേ. അപ്പോൾ അവിടുത്തെ ഹീറ്റ് പോയതുകൊണ്ട് അവിടെ കൂളായി. ആൻഡ് നമ്മൾ എപ്പോഴും ഈ ചൂട് കാലത്തൊക്കെ ഏത് തരം ഡ്രസ്സ് ഇടണം, വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്ത് ഷുഡ് ബി വെയർ ഇൻ സമ്മർ, എപ്പോഴും നമ്മൾ എന്തിടണം, കോട്ടൺ ക്ലോത്ത്സ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് വൈ ഷുഡ് ബി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ എന്ന്. സോ ബേസിക്കലി അവിടെ നടക്കുന്ന എവാപ്പറേഷനും സ്വെറ്റിങ്ങും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കോട്ടൺ ക്ലോത്ത് ഇടുന്നത്, കോട്ടൺ നന്നായിട്ട് നമ്മുടെ സ്വെറ്റിനെ വലിച്ചെടുക്കും അല്ലേ. നമ്മൾ നനവിനെയൊക്കെ നല്ല വലിച്ചെടുക്കുമല്ലോ കോട്ടൺ ആകുമ്പോൾ. സോ ഇറ്റ് ഈസ് എ ഗുഡ് അബ്സോർബർ. ഓക്കെ, അബ്സോർബർ ഓഫ് വാട്ടർ. സോ ഡ്രസ്സിലോട്ട് സ്വെറ്റെല്ലാം ആയി കഴിയുമ്പം ഡ്രസ്സ് ഡയറക്റ്റ്ലി സൺലൈറ്റിലോട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യണം അല്ലേ. അപ്പോൾ പെട്ടെന്ന് എവാപ്പറേഷൻ ഈസി ആയിട്ട് നടക്കും. ഇനി ഇതുപോലെ തന്നെ വേറെ കുറേ എക്സാമ്പിൾസ് നമുക്ക് നോക്കണം. ഇപ്പോൾ നമ്മൾ ചൂടുകാലത്ത് തന്നെ ടെറസിലൊക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് വിടാറുണ്ട് അല്ലേ. തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് കിട്ടും. നമുക്ക് താഴെ പിന്നെ എന്താ, ചൂടിനൊരു ആശ്വാസം ഉണ്ടാവും അല്ലേ. സോ എന്താണ് ഇവിടെ നടക്കുന്നത്, യെസ്, ആ ഫ്ലോർ അവിടെ ഭയങ്കര ഹോട്ടായിട്ടാണ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ വാട്ടർ ഒഴിക്കുമ്പം ആ വാട്ടർ എന്ത് ചെയ്യും, അവിടെ ഉള്ള ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ അവിടുന്ന് എബ്സോർബ് ചെയ്യും അല്ലേ. ഗ്രൗണ്ടിലുള്ള ഇതിനെ വാട്ടർ എബ്സോർബ് ചെയ്തിട്ട് ആ എബ്സോർബ് ചെയ്തത് എന്താവും, എവാപ്പറേറ്റ് ചെയ്ത വാട്ടർ അവിടെ എവാപ്പറേറ്റ് ചെയ്ത് പോവാണ്. സോ ഗ്രൗണ്ടിൽ അവിടെ ഹീറ്റ് എനർജി ലൂസായി അല്ലേ, അവിടെ ഇല്ല ഇപ്പോൾ. അപ്പം അവിടെ കൂൾ. ഇനി ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ചിലരും ഇപ്പോഴും ചെയ്യുന്നുണ്ടാകാം. നമ്മൾ റൂമിൻ്റെ അകത്ത് കിടക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഒരു ബക്കറ്റ് വെള്ളം റൂമിനകത്ത് വെക്കും. ഫോർ വാട്ട്, ആ റൂമിന് ഒരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ എന്താണ് നടക്കുന്നുണ്ടാവുക, യെസ്, ഈ വാട്ടർ കണ്ടിന്യൂസ്ലി അവിടെ എവാപ്പറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചെറിയ തോതിൽ. ഓക്കെ, അപ്പം അതെങ്ങനെയാണ്, ഈ വാട്ടർ ഇവിടെ എവാപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള എനർജി, അതായത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എവിടെ നിന്ന് എടുക്കും, അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, അത് എവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ ആർക്കും ഇവിടെ ഹീറ്റ് നഷ്ടപ്പെട്ടു, സറൗണ്ടിങ്ങിന്, അതിൻ്റെ ചുറ്റുള്ള സറൗണ്ടിങ്ങിന് അവിടെ ഹീറ്റ് നഷ്ടപ്പെട്ടു. ഇറ്റ് ലൂസ് ഇറ്റ്സ് ഹീറ്റ് ആൻഡ് ലീവ്സ് ദ സറൗണ്ടിങ് കോൾഡ്. നമ്മൾ മൺകുടത്തിൽ വെള്ളം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് പറ്റും അല്ലേ. സോ മെയിൻലി നമ്മൾ ചൂടുകാലത്തൊക്കെ തന്നെയാണ് ഇങ്ങനെ ചെയ്യാറ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കോൾഡ് വാട്ടർ കിട്ടാൻ കാരണം, അതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ എർത്തേൺ പോട്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാവും അല്ലേ, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞു ഹോൾസ് ഉണ്ടാവും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഈ വാട്ടർ മൂവിങ് ആണല്ലോ, വാട്ടറിലെ പാർട്ടിക്കിൾസ് മൂവിങ് ആണല്ലോ. അപ്പം ഈ വാട്ടർ പാർട്ടിക്കിൾസ് ഇതിൻ്റെ ഈ അകത്തൂടെ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ ഹോളിൻ്റെ അകത്തൂടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ പുറത്തോട്ട്, ഈ എർത്തേൺ പോട്ടിൻ്റെ പുറത്തോട്ട് വന്ന, ഈ സീപ്പ് ചെയ്തിട്ട് ഉള്ളിലൂടെ ഹോൾസിലൂടെ വന്ന ഈ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വേണമല്ലേ. പക്ഷേ അത് എടുക്കുന്നത് എവിടെ നിന്നാണ്, ഈ അകത്തുള്ള റിമൈനിങ് വാട്ടറിൽ നിന്നാണ് ഈ ഇതെടുക്കുന്നത്. ഓക്കെ, ഹീറ്റ് ഇവിടുന്ന് എടുക്കുന്നത് റിമൈനിങ് വാട്ടർ ഇൻസൈഡ് ദ എർത്തേൺ പോട്ട് ആൻഡ് ഫ്രം ദ എർത്തേൺ പോട്ട് ഓൾസോ. ഓക്കെ, എർത്തേൺ പോട്ടിൽ നിന്നും എടുക്കുന്നുണ്ട്, ഉള്ളിലുള്ള വാട്ടറിൽ നിന്നും എടുക്കുന്നുണ്ട്. സോ ഉള്ളിലുള്ള വാട്ടറിലുള്ള ഹീറ്റ് നഷ്ടപ്പെട്ടു. ഓക്കെ, ആൻഡ് വിച്ച് ലീവ്സ് ദ വാട്ടർ ആൻഡ് ദ പോട്ട് കോൾഡ്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു കോൾഡ് വാട്ടർ എടുത്ത് ഒരു ഗ്ലാസ്സിലെടുത്തു എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്, അതിൻ്റെ ഗ്ലാസിൻ്റെ സർഫസിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ. സോ എന്തുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് പുറത്ത് വരാനുള്ള റീസൺ എന്തായിരിക്കും, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, എന്തായിരിക്കും കാരണം. യെസ്, ഇവിടെ ഇവാപ്പറേഷൻ അല്ല നടക്കുന്നത്, ബട്ട് എന്താണ്, കണ്ടൻസേഷനാണ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടൻസേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു ഹോട്ടായിട്ടുള്ള ഗ്യാസ് ടു ലിക്വിഡ് ആവുകയാണ് അല്ലേ, അതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്യാസ് വന്നിട്ടൊരു കൂൾ സർഫസിൽ വന്നിട്ട് ഇതാകുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, അവിടെ കണ്ടൻസേഷൻ നടക്കുക അല്ലേ, അത് നമ്മൾ പഠിച്ചു. സോ നമ്മുടെ സറൗണ്ടിങ്ങിൽ, നമ്മുടെ ഈ എയർ എന്ന് പറയുമ്പം എയറിൽ എന്തുണ്ട്, വാട്ടർ വേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എയറിൽ എപ്പോഴും എന്തുണ്ട്, വാട്ടർ വേപ്പേഴ്സ് പ്രസൻ്റ് ആണ്. സോ ഈ വാട്ടർ വേപ്പേഴ്സുമായിട്ടുള്ള ഈ എയർ എന്ന് പറയുമ്പോൾ ഗ്യാസ് ആണല്ലേ. സോ ഈ ഗ്യാസ് വന്നിട്ട് നമ്മുടെ ഈ കൂളായിട്ടുള്ള സർഫസിൽ, കോൾഡ് വാട്ടറുള്ള ഈ കൂളായിട്ടുള്ള ഈ ഗ്ലാസിൻ്റെ സർഫസിൽ വന്നിട്ട് എന്താണ്, ടച്ച് ചെയ്യുമ്പോൾ അവിടെ കൺവേർഷൻ നടക്കുകയാണ്, കണ്ടൻസേഷൻ നടക്കുകയാണ്. അതായത് ഗ്യാസ് ടു
ലിക്വിഡ് ആയിട്ടുള്ള കണ്ടൻസേഷൻ നടക്കുകയാണ്. ഓക്കെ, ഈ വാട്ടർ വേപ്പർ ഉള്ള ഈ എയർ എന്ന് പറയുന്നത് ചൂടായിട്ടുള്ള എയർ ആണല്ലേ. സോ ഇവിടെ എന്താണ്, ഇത് വന്നിട്ട് കണ്ടൻസ് ചെയ്യുമ്പോൾ അവിടെ ആ ചൂട് അവിടെ ലൂസായി പോകുന്നുണ്ട്. ഗ്ലാസിൻ്റെ പുറത്തുള്ള വാട്ടർ ഡ്രോപ്സും കൂള് തന്നെ ആയിരിക്കും. ബിക്കോസ് എന്താണ്, അവിടുത്തെ ഹീറ്റ്, അതിനുണ്ടായിരുന്ന ഹീറ്റ് അവിടെ ലൂസായി പോയിട്ടുണ്ട്. ഓക്കെ, സോ ദ വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ ദ എയർ കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ കോൾഡ് ഗ്ലാസ് ഓഫ് വാട്ടർ ലൂസസ് ഇസ് എനർജി. ഓക്കെ, ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്, ദാറ്റ് ഇസ് കണ്ടൻസേഷൻ അവിടെ നടന്നു. ഓക്കെ, ഇനി 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇവാപ്രേഷനെ എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കൂടിയാലാണ്, എന്തൊക്കെ കുറഞ്ഞാലാണ് ഇവാപ്രേഷൻ കൂടുന്നതും കുറയുന്നതും, നല്ലോണം ഇവാപ്രേഷൻ നടക്കുന്നതും ഇവാപ്രേഷൻ തീരെ നടക്കാത്തതും ഒക്കെ എന്തുകൊണ്ടാണ്, ഏതൊക്കെ ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് ഈസ് ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ കൂടിയാൽ, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ, ചൂട് കൂടിയാൽ എന്താണ്, നല്ലോണം എവാപ്രേഷൻ നടക്കും അല്ലേ. ബിക്കോസ് ഈ ലിക്വിഡിൻ്റെ സർഫസിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എല്ലാം എനർജി കിട്ടുവാണ് അല്ലേ, കൈനറ്റിക് എനർജി നല്ലോണം കിട്ടുവാണ്. അപ്പോൾ പെട്ടെന്ന് ഇവാപ്രേഷൻ അവിടെ നല്ല ചൂടുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് നമ്മുടെ തുണികളൊക്കെ ഉണങ്ങാനിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. സർഫസ് ഏരിയ പറയുമ്പം ഇപ്പോൾ നമ്മൾ ഈ തുണികൾ ഉണക്കുന്ന കാര്യം തന്നെ ആലോചിക്കുക. ഒരു പുതപ്പ് നനച്ചിടുവാണ് നമ്മൾ, ആകെ ചുരുട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അല്ലേ. അതിനെ സ്പ്രെഡ് ചെയ്തിട്ട് ഇടണം, അതായത് അതിൻ്റെ സർഫസ് ഏരിയ കൂടി അല്ലേ ഇട്ടാൽ എന്താണ്, പെട്ടെന്ന് അത് നമുക്ക് ഉണങ്ങി കിട്ടും അല്ലേ. അതായത് റേറ്റ് ഓഫ് ഇവാപ്രേഷൻ അവിടെ കൂടും. ദാറ്റ് ഈസ് സർഫസ് ഏരിയ കൂടിയാൽ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ. ഈ 2 പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ അങ്ങ് നോക്കാം. വൈ ഡസ് എ ഡെസേർട്ട് കൂളർ കൂൾ ബെറ്റർ ഓൺ എ ഹോട്ട് ഡ്രൈ ഡേ? അപ്പോൾ നല്ല ഹോട്ടായിട്ടുള്ള ഡേയിലാണ് കൂടുതലായിട്ടും ഡെസേർട്ട് കൂളാവുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹോട്ട് ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഇൻക്രീസസ് അല്ലേ. അപ്പോൾ കൂളാവുന്നുള്ള ഇതും കൂടെ നമ്മളവിടെ കണക്കാക്കണം. അപ്പോൾ എവാപ്രേഷൻ നടന്നപ്പോൾ അവിടെ എന്തായി, കൂളിംഗ് ആയി എന്നർത്ഥം അല്ലേ. സോ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റേറ്റ് ഓഫ് ഇവാപ്രേഷൻ ഓൾസോ ഇൻക്രീസസ്. And due to the increase in the rate of evaporation of water, a desert cooler cools on a hot day. And next question, why we are able to sip hot tea from a saucer rather than a cup? നമുക്കറിയാം നല്ല ചൂടുള്ളതാകുമ്പോൾ ഈ സോസറിൽ കുടിക്കായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് കുടിക്കാൻ പറ്റും, നല്ല ചൂടാണെങ്കിലും. ബിക്കോസ് എന്താണ്, സോസർ ആണെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലാണ് അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ പെട്ടെന്ന് നടക്കും. റേറ്റ് ഓഫ് ഇവാപ്രേഷൻ നടന്നാൽ ഇവാപ്രേഷൻ കോസസ് കൂളിംഗ് അല്ലേ. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഈ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മൾ 2 ഫാക്ടർ ഓൾറെഡി നോക്കി. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഒക്കെ ആണെങ്കിലും റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കൂടും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. തേർഡ് ഫാക്ടർ ഇസ് ഡിക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. സോ വാട്ട് ഇസ് ഹ്യൂമിഡിറ്റി? നമ്മൾ കുറച്ച് നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയപ്പോൾ പറഞ്ഞു നമ്മുടെ എയറിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ട് എന്ന് അല്ലേ. സോ ഈ വാട്ടർ വേപ്പറിൻ്റെ അളവ് ഈ എയറിൽ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇവാപ്രേഷൻ നടക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് തന്നെ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ, എത്രത്തോളം വാട്ടർ വേപ്പർ ഉണ്ട് അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ടല്ലേ, കാലാവസ്ഥയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്. ഹ്യൂമിഡിറ്റി എന്ന് വെച്ചാൽ എന്താ, വാട്ടർ വേപ്പറിൻ്റെ ഒരു തരം പുഴുക്കായിരിക്കും നമുക്ക്, അവിടെ ഇവാപ്രേഷൻ നടക്കില്ല. ഓക്കെ, ഇവാപ്രേഷൻ നടക്കാണ്ടാകുമ്പോൾ അവിടെ കൂളിംഗ് എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ, പുഴുകുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഹ്യൂമിഡിറ്റി കൂടിയാൽ, ഇൻക്രീസ് ചെയ്താൽ റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കുറയുകയാണ് ചെയ്യുക. ആൻഡ് തിരിച്ച് വൈസ് വേഴ്സ, ഹ്യൂമിഡിറ്റി കുറഞ്ഞാൽ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ എയർ അത് കുറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ഇവാപ്രേഷൻ അവിടെ കൂടും. ആൻഡ് ദ ഫോർത്ത് ഫാക്ടർ ഇസ് ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്. യെസ്, വിൻഡ് നല്ല കാറ്റുള്ള സമയമാണെങ്കിൽ നമ്മൾ പുറത്ത് തുണി തിരുമ്പിയിട്ടാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം. ഇപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എയറിൽ വാട്ടർ വേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ വിൻഡ് വരുമ്പോൾ ഈ സറൗണ്ടിങ്ങിലുള്ള ഈ നിൽക്കുന്ന വാട്ടർ വേപ്പേഴ്സിനെല്ലാം വിൻഡിലൂടെ അങ്ങ് പോയിക്കോളും. ദ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ വേപ്പർ മൂവ് അവേ വിത്ത് ദ വിൻഡ്. ഓക്കെ, സോ അവിടെ എന്തായി, വാട്ടർ വേപ്പർ, സറൗണ്ടിങ്ങിലുള്ള വാട്ടർ വേപ്പർ കുറഞ്ഞു. അത് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക, റേറ്റ് ഓഫ് ഇവാപ്രേഷൻ കൂടും. തേർഡ് പോയിന്റ് പഠിച്ച പോലെ അല്ലേ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. അപ്പോൾ എല്ലാം കവർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സെക്കൻഡ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതാണ് വിത്ത് സ്റ്റഡി നോട്ട്സ് ആൻഡ് മോഷൻ. പെട്ടെന്ന് കഴിക്കാം, അതിനുശേഷം ഫിസിക്സും കണ്ടിന്യൂ ചെയ്യാം. സോ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്.